എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗ്രാൻഡ് പാഷോ. ഇന്നു മുതൽ പറയാൻ പോകുന്നത് ഗ്രീക്ക് ഇതിഹാസ കഥയാണ്. ഭാരതത്തിൽ നമുക്ക് മഹാഭാരതവും രാമായണവും ഒക്കെ ഉള്ള പോലെ ഗ്രീക്കുകാർക്ക് രണ്ട് ഇതിഹാസങ്ങളുണ്ട്. അതിൽ ആദ്യത്തേതിൻ്റെ പേരാണ് ഇലിയഡ്, രണ്ടാമത്തത് ഒഡീസി. ഇതിൽ ഇലിയഡ് എന്ന മഹാഗ്രന്ഥത്തിൽ നിന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ കുറച്ച് വലുതാണ്. ഒരുമിച്ച് എത്ര ചുരുക്കി പറഞ്ഞാലും 1 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ചുരുക്കി ചെറിയ ചെറിയ കഥകളാക്കിയിട്ട് ഓരോ പീസാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്പാർട്ട എന്ന ഗ്രീക്ക് നഗരം, അവിടുത്തെ രാജാവായിരുന്നു തിൻഡാരിയൂസിൻ്റെ ഭാര്യ ലീഡ മഹാരാജ്ഞി. അവരങ്ങനെ സ്പാർട്ട നഗരത്തിൻ്റെ നടുക്കുള്ള ഒരു വെണ്ണക്കൽ സൗധത്തിൽ സുഖമായിട്ട് തങ്ങളുടെ 4 കുട്ടികളുമൊത്ത് ജീവിച്ചു പോകും. 2 ആൺമക്കളും 2 പെൺമക്കളും. ആൺമക്കളായിരുന്നു കാസ്റ്റർ, പൊളിഡിയൂസ്. പെൺമക്കൾ ക്ലിറ്റമെസ്ട്ര, മൂത്തവൾ, ഏറ്റവും ഇളയവൾ ഭുവനൈകസുന്ദരിയായ ഹെലൻ. ഈ ഹെലനാണ് നമ്മളുടെ കഥയിലെ നായിക. എല്ലാവരെയും പോലെ പെൺമക്കൾക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ അവരെ കെട്ടിച്ചു വിടണമല്ലോ. അത് ഭാരതത്തിലായാലും ഗ്രീസിലായാലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് ആദ്യം തൻ്റെ മൂത്ത പുത്രിയുടെ വിവാഹം തിൻഡാരിയൂസ് രാജാവ് നടത്തി. ക്ലിറ്റമെസ്ട്രയെ വിവാഹം കഴിച്ചത് അഗമെമ്നോൺ എന്ന രാജാവായിരുന്നു. മൈസീൻ രാജ്യത്തെ രാജാവ്, അതിശക്തനായ രാജാവായിരുന്നു. അദ്ദേഹമാണ് ക്ലിറ്റമെസ്ട്ര എന്ന മൂത്ത മകളെ കല്യാണം കഴിച്ചത്. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞപ്പോൾ ഹെലൻ വിവാഹപ്രായമെത്തി. ഹെലൻ്റെ സൗന്ദര്യത്തിൻ്റെ ഖ്യാതി നാട്ടിലെല്ലാം പരന്നു. സ്പാർട്ടയ്ക്ക് ചുറ്റുപാടുമുള്ള എല്ലാ രാജകുമാരന്മാരും ഹെലനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് അവിടെ വന്ന് കിടപ്പായി. അവിടെ സ്പാർട്ടയിൽ വന്ന് കുടിയേറി എല്ലാവർക്കും ഹെലനെ ഒരു നോക്ക് കാണണം, അവളെ ആകർഷിക്കണം, അവളെ വിവാഹം കഴിച്ച് കൂട്ടിക്കൊണ്ടു പോകണം. ഇതായിരുന്നു ഓരോരുത്തരുടെയും ആഗ്രഹം. പാവം തിൻഡാരിയൂസ് മഹാരാജാവ് പെട്ടു. എന്തു ചെയ്യും? ആരെങ്കിലും ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും മടങ്ങും, എല്ലാവരും ശത്രുക്കളാവും. അദ്ദേഹം ഒരു ഉപായം ആലോചിച്ചു. എന്നിട്ട് ഈ വന്നിരിക്കുന്ന രാജകുമാരന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാൾക്കും അവളെ നിർബന്ധിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ള വരനെ അവൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് സമ്മതമാണോ? അപ്പോൾ അവരെല്ലാം സമ്മതിച്ചു. ശരി, ഹെലൻ അവളുടെ ഇഷ്ടമുള്ള ആളെ വരനായിട്ട് തിരഞ്ഞെടുക്കട്ടെ. തിൻഡാരിയൂസ് രാജാവ് പറഞ്ഞു, അത് പോരാ, എനിക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ സത്യം ചെയ്തു തരണം. ഹെലൻ ആരെ തിരഞ്ഞെടുത്താലും നിങ്ങളെല്ലാവരും അവരെ അനുഗ്രഹിക്കണം, ശത്രുത ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, പിന്നീടായാലും എപ്പോഴെങ്കിലും ഹെലനോ അവൾ തിരഞ്ഞെടുക്കുന്ന ഭർത്താവിനോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, അവർക്ക് സഹായം ആവശ്യമായി വന്നാൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് അവരെ സഹായിക്കും എന്ന് സത്യം ചെയ്തു തരണം. എന്തു ചെയ്യാൻ? എല്ലാവരും സമ്മതിച്ചു. എല്ലാവരും അഗ്നിസാക്ഷിയായിട്ട് രാജാവിൻ്റെ മുമ്പിൽ സത്യം ചെയ്തു കൊടുത്തു. അതിനുശേഷം എല്ലാവരും നിരന്നിരുന്നു. എല്ലാ രാജകുമാരന്മാരും ഹെലൻ വരുന്നു, ഇപ്പം എന്നെ കല്യാണം കഴിക്കും, ഇപ്പം എനിക്ക് മാലയിടും എന്ന് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഹെലൻ സർവാഭരണ വിഭൂഷിതയായിട്ട് ആ സുന്ദരി ഇവരുടെ മധ്യത്തിലേക്ക് വന്നു. അവൾ ചുറ്റും നടന്നു നോക്കി. എന്നിട്ട് ഒരു യുവകോമളൻ്റെ കഴുത്തിൽ അവൾ വർണ്ണമാല്യം ചാർത്തി. ആരായിരുന്നു എന്നറിയോ? അതായിരുന്നു മെലനൗസ്. അതിശക്തനായ മൈസീൻ രാജാവായ
അഗമെമ്നോന്റെ അനുജൻ, ആ രാജകുമാരനെയാണ് ഹെലൻ തൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചത്. മറ്റുള്ള രാജകുമാരന്മാർ എന്ത് ചെയ്യും? കുറച്ച് നിരാശരൊക്കെ ആയെങ്കിലും എല്ലാവരും ചേർന്ന് അവരെ അനുഗ്രഹിച്ചു. അവരവരുടെ രാജ്യങ്ങളിലേക്ക് അവർ തിരിച്ചു പോകാനും തീരുമാനിച്ചു. ഈ വന്നവരുടെ കൂട്ടത്തിൽ ഇഥാക്ക എന്ന ദ്വീപിലെ രാജകുമാരൻ ഒഡീസിയൂസ് ഉണ്ടായിരുന്നു. അതിബുദ്ധിമാനും അസ്ത്രവിദ്യയിൽ അസാമാന്യ കഴിവുണ്ടായിരുന്ന ആളായിരുന്നു ഇഥാക്കയിലെ രാജകുമാരനായ ഒഡീസിയൂസ്. ഈ ഒഡീസിയൂസ് ഹെലനെ വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു. പക്ഷെ സാധിച്ചില്ല. തിരിച്ചു പോകാൻ തുടങ്ങാണ്. പക്ഷെ തിൻഡാരിയൂസ് മഹാരാജാവ് വിചാരിച്ചു, ഇത്രയും സമർത്ഥനായ ഒരാളെ, അതിബുദ്ധിമാനായ ഒരാളെ തൻ്റെ ഒപ്പം നിർത്തുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ സഹോദരൻ്റെ പുത്രി പെനലോപ്പിയെ ഒഡീസിയൂസിന് വിവാഹം കഴിച്ചു കൊടുത്തു. പെനലോപ്പി ഹെലൻ്റെ അത്ര സുന്ദരിയല്ല, പക്ഷെ മറ്റുള്ളവരെ കഴിഞ്ഞും സൗന്ദര്യത്തിൽ മെച്ചപ്പെട്ട ആൾ തന്നെയാണ്. ഒഡീസിയൂസിന് സന്തോഷമായി. അവരും തിരിച്ചു പോകാൻ ഒരുങ്ങി. മെൽനാവൂസിന് സന്തോഷമായി. കാരണം ഈ ബന്ധുത്വത്തിലൂടെ ഒഡീസിയൂസ് തൻ്റെ ബന്ധുവായി മാറുകയാണ്. അവർക്ക് സന്തോഷമായി. അപ്പോൾ ഒഡീസിയൂസ് പെനലോപ്പിയെയും കൂട്ടി ഇഥാക്കയിലേക്ക് മടങ്ങി. എല്ലാവരും സുഖമായി അവരവരുടെ രാജ്യത്തേക്ക് തിരിച്ചുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ തിൻഡാരിയൂസ് മഹാരാജാവ് സ്പാർട്ടയുടെ ഭരണ സാരഥ്യം തൻ്റെ ആൺമക്കൾക്കല്ല കൊടുത്തത്. അദ്ദേഹം ഹെലൻ്റെ ഭർത്താവായിട്ടുള്ള മെലനാവൂസിനെ സ്പാർട്ടയുടെ ഭരണാധികാരം ഏൽപ്പിച്ചു. അങ്ങനെ മെലനാവൂസും ഹെലനും സ്പാർട്ടയിലേക്ക് തിരിച്ചെത്തി അവിടെ ഭരണസാരഥ്യമേറ്റ് ഭരണം ആരംഭിച്ചു.